ഇൻഫർമേറ്റീവായിട്ടുള്ള നല്ലൊരു പ്രഭാഷണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ടീച്ചർ 3 യൂറോ കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സിൽ കടന്നുപോയത്, എത്ര ക്രൈസ്തവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അച്ഛന്മാർക്ക് തന്നെ അറിയാമെന്നൊന്നും അറിയില്ല. ഈ ദുഃഖ വെള്ളിയാഴ്ച, അതായത് ഗുഡ് ഫ്രൈഡേ, നമ്മളുടെ പള്ളികളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ ഈ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് സ്വാസ്ത്ര കാഴ്ച എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച കിട്ടുന്ന സ്വാസ്ത്ര കാഴ്ച മുഴുവനും ലോക പൈതൃക സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, വലിയൊരു പള്ളിയിലെ ആൾക്കാരും ഈ പൈസ കൊടുത്തു കാണില്ലേ. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഡോക്ടർ ജെന്നി പീറ്റർ അവരുകളാണ്. ആരാധനാലയങ്ങൾ, പൈതൃക മന്ദിരങ്ങളോ ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് ടീച്ചറെ സ്നേഹപൂർവ്വ വിഷയത്തിൽ. നമസ്കാരം. ആദ്യമായിട്ട് വലിയ നീണ്ടൊരു മുഖമൊരിക്കൽ സമയമില്ല, അതുകൊണ്ട് KHRSൻ്റെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക കൾച്ചറൽ ക്യാപിറ്റൽ ആയി അറിയപ്പെടുന്ന തൃശ്ശൂർ നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് കൂടി എന്നുള്ളതും അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര സ്മാരകങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ ഞാൻ വായിച്ചൊരു ഇടത് ചിന്തകൻ, അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ദേശാഭിമാനിയിൽ എഴുതാത്തത്, നിങ്ങൾ ദേശാഭിമാനിയിൽ എഴുതുന്നില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെപ്പോലെയുള്ള ആളുകളാണ് ദേശാഭിമാനി വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മനോരമയിലും മാതൃഭൂമിയിലും തുടർച്ചയായി എഴുതുന്നതെന്ന് പറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പൈതൃക സംരക്ഷണത്തെക്കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടതും വളരെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടിയൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ വിഷയം ഇന്ന് ആരാധനാലയങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം കഴിഞ്ഞ 2 സെഷൻസിൽ പൈതൃകം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഹെറിറ്റേജ്, ഹെറിറ്റേജിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കൾച്ചറൽ ഹെറിറ്റേജ്, നാച്ചുറൽ ഹെറിറ്റേജ്, മൂർത്തവും അമൂർത്തവുമായിട്ടുള്ളത്, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്. ഇതൊരു വലിയ വിഷയമാണ്. ഈ ഹെറിറ്റേജിനെ കുറിച്ചുള്ള പഠനങ്ങൾ, പൈതൃക പഠനങ്ങൾ പല ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസിൽ കൂടി നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ചരിത്രമാണുള്ളതെങ്കിൽ ചരിത്രകാരൻ കൈകാര്യം ചെയ്യുന്നു, ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ടെങ്കിൽ ആന്ത്രപ്പോളജിസ്റ്റ്. അതായത് നമ്മളിപ്പോൾ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്നുള്ള പേരിലല്ല, പകരം ആർക്കിയോളജി, ആന്ത്രപ്പോളജി, ഹിസ്റ്ററി, അങ്ങനെ പല വിഷയങ്ങളിൽ കൂടി ആർക്കിടെക്ചറൽ കോൺസർവേഷൻ, മ്യൂസിയോളജി, അങ്ങനെ വിവിധ മേഖലകൾ, ഡിസിപ്ലിനുകളിൽ കൂടി നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ പൈതൃകത്തിൽ നമ്മളിവിടെ ചർച്ചയ്ക്കെടുക്കുന്നത് ബിൽറ്റ് ഹെറിറ്റേജ് മാത്രമാണ്. ഹെറിറ്റേജ് ഒരു വലിയ വിഷയമായതുകൊണ്ട് ബിൽറ്റ് ഹെറിറ്റേജിനെ കുറിച്ച് മാത്രമാണ് നമ്മളോട് പറയുന്നത്. ബിൽറ്റ് ഹെറിറ്റേജിൽ പലതുണ്ട്, അത് എല്ലാം വളരെ വിശാലമായതുകൊണ്ട് നമ്മൾ ആരാധനാലയങ്ങളെ കുറിച്ച് മാത്രമാണ്, വേർഷിപ്പ് പ്ലേസസിനെ കുറിച്ച് മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. വേർഷിപ്പ് പ്ലേസസിൽ നമുക്കറിയാം വിവിധ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ആർക്കിടെക്ചറിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്നാൽ കൺസർവേഷൻ വരുമ്പോൾ ഏകദേശം സമാനമായ ഗൈഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക.
ഒല്ലൂര് നടശാല പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സെമിനാറുകൾ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇതിനു മുമ്പുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും നമ്മളൊരു ചർച്ച് ആസ് എ ബിൽഡ് ഹെറിറ്റേജ് എന്നുള്ള ഒരു വിഷയത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 8 സ്ലൈഡുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ സ്ലൈഡുകളിൽ പിക്ചേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതിന് കാരണം ഇതിനു മുമ്പത്തെ 2 പേരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവരുടെ 2 പേരുടെയും പ്രസൻറ്റേഷൻസിൽ നമ്മൾക്ക് അതുകൊണ്ട് തന്നെ ഹെറിറ്റേജ് എന്ന് ഞാൻ വെക്കുന്നത് അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച വരും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന 1-2 ആശയങ്ങൾ ആദ്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കാൻ. അതിലൊന്ന് ഹെറിറ്റേജ് മാപ്പിംഗ് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട നമ്മളിവിടെ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ശരിക്കും അജ്ഞതയോടാണ്. അറിവില്ലാത്ത കുറേ ആളുകളോട് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് പരാജയപ്പെട്ട അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉള്ളവരാണ് ഒരു പക്ഷേ നമ്മളിൽ ബഹുഭൂരിഭാഗം പേരും. നമ്മുടെ പള്ളികളിലും നമ്മുടെ അമ്പലങ്ങളിലും നമ്മുടെ മോസ്കുകളിലും അതല്ലാതെയുള്ള ബിൽഡിങ്ങുകളിലും അല്ലെങ്കിൽ ഞാൻ കൺസൾട്ടൻ്റ് ആയിരുന്ന സമയത്ത് പല മ്യൂസിയങ്ങളിലും പല പഴയ സ്മാരകങ്ങളിലും എക്സ്കവേറ്റ് ചെയ്ത ചില കോട്ടകളിലും ഒക്കെ ഈ പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ട്രെയിനിങ് ഉള്ള ആളുകൾ ലഭ്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹെറിറ്റേജ് മാപ്പിങ്ങിലാണ്. ഈ മാപ്പിങ്ങിൽ എന്തെല്ലാം പുതിയ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ അടുത്ത കാലത്ത് ഹെറിറ്റേജ് അറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സെമിനാർ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി കാലടിയിൽ നടന്നിരുന്നു. അവിടുത്തെ ജോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പ്രസന്റേഷൻ, ഇവിടെ സാറ് ശങ്കര യൂണിവേഴ്സിറ്റി എന്ന സാറുള്ളത് കൊണ്ട് ജോഗ്രഫിയിൽ നിന്നൊരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. ലീഡാർ എന്ന് പറയുന്ന ലേസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് 5-10 മിനിറ്റ് കൊണ്ട് ഒരു ബിൽഡിങ് ഇൻസൈഡ് ഡോക്യുമെന്റ് ചെയ്താണ് കാണിച്ചത്. ഇവിടെ പുരാവസ്തു വകുപ്പ് കേരള പുരാവസ്തു വകുപ്പിന്റെ ഒഫീഷ്യൽസ് ഇവിടെ ഉണ്ട്. അവരുടെ കീഴിലുള്ള ഒരു മ്യൂസിയം, അതായത് കായംകുളം കൃഷ്ണപുരം പാലസ് ഇത്തരത്തിൽ ഓൾറെഡി മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ പഴയ ആരാധനാലയങ്ങളും, എല്ലാ ബിൽഡിങ്സും ചെയ്യണം, ആരാധനാലയങ്ങൾ ഹെറിറ്റേജ് മാപ്പിങ്ങിന് വിധേയമാക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയുടെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള മോഡേൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്പർ 1. അതിനുശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഈ നോട്ടിഫിക്കേഷൻ നടക്കുന്നത് ഒരു ലെജിസ്ലേഷന്റെ ഭാഗമായിട്ടാണ്. ആന്റിക്വറി ലെജിസ്ലേഷൻ എന്നാണ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിലും ഹെറിറ്റേജ് ലെജിസ്ലേഷൻ എന്ന് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലേറ്റസ്റ്റ് പ്രകാരം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിൽ 158 സ്മാരകങ്ങളുണ്ട്. ശരിയാണോ? സംരക്ഷിത സ്മാരകങ്ങൾ 158 സംരക്ഷിത സ്മാരകങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ ഈ തൃശ്ശൂർ മാത്രം നോക്കിയാൽ എത്ര പഴയ ആരാധനാലയങ്ങളുണ്ടാവും, എത്ര പഴയ മോസ്കുകളുണ്ടാവും, എത്ര പഴയ അമ്പലങ്ങളുണ്ടാവും, എത്ര പഴയ പള്ളികളുണ്ടാവും. നമുക്കിതെല്ലാം സംരക്ഷിത സ്മാരകമായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം സംരക്ഷിത സ്മാരകം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊട്ടക്റ്റ് ചെയ്യുക എളുപ്പമാണോ? പ്രൊട്ടക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ 2 കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. എന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ നമുക്കൊരു സമാധാനം ഉണ്ട്, ഇനി ഇതിനപ്പുറം ഒന്നും നടക്കില്ല എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആക്ട്, 2-3 ആക്ടുകളുണ്ട്. ഒന്ന് ഏൻഷ്യന്റ് മോണ്യുമെന്റ്സ് പ്രിസർവേഷൻ ആക്ട് ആണ്. ആന്റിക്വറി എന്ന് പറയാൻ കാരണം നമ്മൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ ഏർലി സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്തതാണ് ഇത്തരം കോൺസർവേഷൻ ലെജിസ്ലേഷൻസ്. അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ആക്ട് കുറച്ചുകൂടി നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്. അമാസർ ആക്ട് ആണ്, AMASAR ആക്ട്, ഏൻഷ്യന്റ് മോണ്യുമെന്റ്സ് സൈറ്റ്സ് പ്രിസർവേഷൻ ആക്ട്. അതാണ് ഷോർട്ട് ഫോം. 2010 അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം അമെൻഡ്മെന്റ് വരുമ്പോൾ അത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് വരും. അതായത് 100 മീറ്റേഴ്സ് ചുറ്റളവിൽ പുതിയ ബിൽഡിങ്സ് വേണ്ട എന്നുള്ളത് 300 മീറ്റർ ആകുമ്പോൾ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് അതിന് ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമ്മൾ തൃശ്ശൂർ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ചെറുമനങ്ങാട് മെഗാലിത്തിക് സൈറ്റ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്.
ചെറുമലങ്ങാട് ഒരു ചെറിയൊരു ഏരിയ ആണ് നമ്മളിപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. കുന്നംകുളത്ത് നിന്ന് ഒരു ഇച്ചിരി കുറച്ചങ്ങോട്ട് പോയാൽ മതി. എന്നാൽ അതിന് തൊട്ടടുത്ത് ഇപ്പോൾ ഓൾറെഡി വീടുകളുണ്ട്. ഇപ്പോഴത്തെ പുതിയ ആക്ട് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ആ വീടുകളുടെയൊക്കെ കാര്യം വളരെ പരിതാപകരമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഫോർട്ട് കൊച്ചിയിലുള്ള ഡച്ച് പാലസ് എടുക്കുകയാണെങ്കിലും ഇതേ വിഷയമാണ്, സിനഗോഗ് എടുക്കുകയാണെങ്കിലും ഇതേ വിഷയമാണ്. അപ്പൊ കേരളത്തിൽ ഈ ലെജിസ്ലേഷനേക്കാൾ ഒരുപക്ഷെ വേണ്ടത് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് പലപ്പോഴും ഹെറിറ്റേജ് എഡ്യൂക്കേഷൻ ഇപ്പോഴും നമ്മളൊരു സീരിയസ് വിഷയമായിട്ട് എടുത്തിട്ടില്ല. ഇതുപോലെ കുറച്ചറിയാവുന്ന ആളുകൾ നമ്മൾ വരുന്നു, കൂടുന്നു, നമ്മൾ വീണ്ടും ഇത് ഊട്ടി ഉറപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. പക്ഷെ എന്നാൽ നമ്മളല്ല പലപ്പോഴും ഇതിൻ്റെ എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇപ്പൊ പല പല മോണ്യുമെന്റ്സ് ഇപ്പൊ കൾച്ചറൽ ത്രെറ്റ് നേരിടുന്നുണ്ട് ഇന്ത്യ മുഴുവനും. ഇപ്പൊ നമുക്ക് ബാബറി മസ്ജിദിന്റെ കഥ നമുക്ക് അറിയാവുന്നതാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കുണ്ട് കഴിഞ്ഞ 5-6 മാസം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ഈ ആചാരം മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതിയോ? ഈ ആചാരങ്ങൾ നടക്കുന്ന സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? അപ്പൊ ഈ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതാണ് പറഞ്ഞത്, നമുക്കൊരു തരം അജ്ഞതയുണ്ട് നമുക്കെല്ലാവർക്കും. ഈ അജ്ഞതയെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ നമ്മൾ നേരിടാൻ അതിന് വേണ്ട ഒരു എന്താ പറയുക, അതിന് വേണ്ട ഒരു അറിവ് ആർജിക്കാൻ നമ്മൾ ശ്രമിക്കാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഇതിങ്ങനെ ഏച്ചു വെച്ചാൽ മുടച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടായി, നമ്മൾ ഇവിടെ അടച്ചു, അപ്പം അത് വേറെ എവിടെയെങ്കിലും പൊങ്ങി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത്. താജ്മഹൽ ഈ അടുത്ത കാലത്ത് ഏറെ ചർച്ചാ വിഷയമായ ഒരു വിഷയമായിരുന്നു താജ്മഹൽ. സ്റ്റേറ്റ് ആസ് ആൻ ഏജൻസി എപ്പോഴും നമ്മൾ അവസാനമാകുമ്പോൾ കുറ്റം പറയും, സർക്കാരൊന്നും ചെയ്യുന്നില്ല, സർക്കാരിൻ്റെ വകുപ്പുകളൊന്നും ചെയ്യുന്നില്ല. തൊട്ടടുത്ത് തന്നെ തൃശ്ശൂർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ട്. ഒരു ആരാധനാലയത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇത്തരം സ്റ്റേറ്റ് ഏജൻസികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില തടസ്സങ്ങളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ പാരലലായിട്ട് അവിടെ വർക്ക് ചെയ്യാമെന്നല്ലാതെ പലപ്പോഴും ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേറ്റിനെ മാത്രം ഒരു ഏജൻസി ആയിട്ട് കണ്ടതുകൊണ്ട് കാര്യമായില്ല. എന്നാൽ സ്റ്റേറ്റുമായി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഡോക്യുമെന്റേഷൻ പലപ്പോഴും നമ്മൾ പോയി ഡോക്യുമെന്റ് ചെയ്യുന്നു, ആർക്കിയോളജിസ്റ്റ് പോയി ഡോക്യുമെന്റ് ചെയ്യുന്നു, ആർക്കിടെക്ട് പോയി ഡോക്യുമെന്റ് ചെയ്യുന്നു, നമ്മളത് നമ്മുടെ തീസിസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഒരു സൈറ്റ് വളരെ കഷ്ടപ്പെട്ട് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലെത്തുന്നു. ഇപ്പൊ കേരളം പോലെയല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ വെളിച്ചമൊന്നും ഉണ്ടാവില്ല, അപ്പം എല്ലാം കൊണ്ടുപോകണം അവിടുന്ന്. അപ്പോൾ ഇതെല്ലാം ചെല്ലുന്നു, 2 ഫോട്ടോ എടുക്കുന്നു, അതിൻ്റെ കറക്റ്റ് പ്രൊസീജിയറിൽ തിരിച്ചു വരുന്നു, തീസിസ് എഴുതുന്നു അല്ലെങ്കിൽ പേപ്പർ എഴുതുന്നു. ആ സൈറ്റ് റിപ്പോർട്ട് ചെയ്ത ആളുടെ പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് നമ്മൾ ആ സൈറ്റിൽ പോകുന്നില്ല, ആ സൈറ്റിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അറിയാറില്ല. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ സൈറ്റിൻ്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ മോണ്യുമെന്റ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കൂടി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിലും അതൊരിക്കലും നമ്മുടെ സിലബസിൽ വരുന്നില്ല. അപ്പോൾ ഇത് പഠിക്കാതെ പലപ്പോഴും ഇത് പ്രവർത്തിക്കേണ്ട പ്രായോഗികമാക്കേണ്ട ഒരവസ്ഥയുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഒരു പരിഹാരമായിട്ട് തോന്നിയിട്ടുള്ളത് പബ്ലിക് പാർട്ടിസിപ്പേറ്ററി ഡോക്യുമെന്റേഷൻ ആണ്. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ജനപങ്കാളിത്തം, ജനകീയ വിജ്ഞാനം, നമ്മൾ പഞ്ചായത്ത് വിജ്ഞാനിയൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത്തരം കാര്യങ്ങൾ, ഒരു ലോക്കൽ ഹിസ്റ്ററി പുറത്തുനിന്ന് വന്ന് പഠിക്കുന്ന കുറച്ച് പേരുടെ ബാധ്യതയാവാതെ അത് എല്ലാവരുടെയുമാണ്. ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്കതിൽ എന്തെങ്കിലും ഒരു ഭാഗം, എന്തെങ്കിലും ഒരു കാരണം നമുക്കുണ്ടായിരിക്കണം. അതിന് വളരെയധികം സഹായിക്കും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളൊരു വിഷയം വരും. ഇൻ ജനറൽ എല്ലാവരും പൊതുസമൂഹത്തിൻ്റെയാണ് ഈ സ്വത്ത് എന്ന് പറയുമ്പോഴും ആ സ്വത്തിനെ ഇപ്പോൾ ഉപയോഗിക്കുന്നതും അതിന് അവകാശമുള്ളതും ഏതെങ്കിലും ഒരു ആരാധനാലയമാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമോ ആ മതവിഭാഗത്തിൽ തന്നെ അതൊരു പള്ളി അല്ലെങ്കിൽ ഒരു അമ്പലം, അതിൻ്റെ കമ്മിറ്റി, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അവരിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കൂടി അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന തീരുമാനം. ഇപ്പം നേരത്തെ മാഡം കാണിച്ച രാമപുരത്തെ പുതിയ പള്ളി, ഇപ്പം പ്രശ്നം പുതിയ പള്ളി കാണാൻ വേണ്ടി പഴയ പള്ളി പൊളിക്കണം. എന്തുകൊണ്ട് പുതിയ പള്ളി പണിയുമ്പോൾ പഴയ പള്ളി അവിടെ ഇല്ലേ? അപ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് വേണ്ടതെല്ലാം തീരുമാനിച്ച് വെച്ചിട്ട് നമുക്ക് തോന്നുന്നത് പോലെ പൊളിച്ചു കളയാം എന്നുള്ള അത്ര ലാഘവത്തോടു കൂടി നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണുന്ന ഒരു രീതി പൊതുവെ നമുക്കുണ്ട്. അപ്പോൾ സ്കൂൾ ലെവലിൽ തന്നെ നമ്മളിപ്പോൾ എൻവയൺമെൻറ്റ് എഡ്യൂക്കേഷനൊക്കെ, ഇപ്പം എനിക്ക് എൻ്റെ മക്കളൊക്കെ എവിടെയെങ്കിലും ഇപ്പം പ്ലാസ്റ്റിക് ബാഗ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവർ കടയിൽ ചെല്ലുമ്പം കടക്കാരനോട് പറയും
പ്ലാസ്റ്റിക് ബാഗ് വേണ്ട ചേട്ടാ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലെത്തി. അപ്പം നമ്മൾ കൊണ്ടുപോകുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ ട്രെയിൻഡ് ആയിരിക്കില്ല, നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് ട്രെയിൻഡ് ആയവരാണ്. പക്ഷെ അവരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇങ്ങനെയുള്ള ബിൽഡിങ്സിന്റെ സംരക്ഷകരാവേണ്ടത് ഇപ്പോഴത്തെ കുട്ടികളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇടയ്ക്ക് പള്ളിയിൽ പോയി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സൺഡേ സ്കൂളിലെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പം തൃപ്പൂണിത്തുറ പള്ളി പഠിക്കുന്ന ഒരു കുട്ടി തൊട്ടപ്പുറത്തുള്ള ഉദയംപേരൂർ പള്ളി കാണാറില്ല. എന്നാൽ ഉദയംപേരൂർ സൂര്യഹദാസിനെ കുറിച്ച് അവർ വായിക്കുന്നുണ്ട്, അവരതിന്റെ GK ആൻസർ എഴുതും 50-99 ഉദയംപേരൂർ സൂര്യഹദാസ് നടന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് ഇതെല്ലാം ലഭ്യമായിരിക്കാൻ നമുക്ക് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഓക്കെ, ഹെറിറ്റേജ് പ്രൊട്ടക്ഷൻ കൗൺസിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത്. നമുക്ക് എവിടെ പൈതൃകത്തിന് ത്രറ്റ് വരുന്നോ നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണ്? പൈതൃക സംരക്ഷണ സമിതി എന്നുള്ളതാണ്. അതൊരു നല്ല സ്റ്റെപ്പാണ്. പക്ഷേ അതിന് ചില ലീഗലായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പലരും അത് രജിസ്റ്റർ ചെയ്യാതെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു ലെറ്റർ ഹെഡിൽ അവർ ഒരു ലെറ്റർ സംസ്ഥാന പുരാവസ്തു വകുപ്പിനോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ചീഫ് മിനിസ്റ്ററിനോ എഴുതിയാൽ അതിന് എത്രമാത്രം പ്രാധാന്യം കിട്ടും എന്നുള്ളത് ഒരു വിഷയമാണ്. അതിലും നല്ലത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ ഒല്ലൂർ പള്ളിയാണെങ്കിൽ ഒല്ലൂർ പള്ളിയുടെ ലെറ്റർ ഹെഡിലാണ് പോകുന്നതെങ്കിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് വേറെയായിരിക്കും. അപ്പൊ ഇതെല്ലാം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു റിവ്യൂ എടുത്തിട്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഹിൽ പാലസിൽ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൽ പഠിപ്പിച്ചിരുന്നു. അവിടെ എൻ്റെ കലീഗായിരുന്ന വി സെൽവകുമാറും ഞങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസ് കൂടി ഒരു പബ്ലിക് സർവേ നടത്തി. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാട് ആളുകൾക്കുള്ള ഒരു വിഷയമാണ് ആർക്കിയോളജി. അപ്പോൾ ഇവരൊരു സർവേ നടത്തി, എന്താണ് കേരളത്തിലെ ആർക്കിയോളജിയെ കുറിച്ചുള്ള പൊതുവിവരം എന്താണ്. This is published in 2006. In this public survey in Kerala in 2005, it was found that 200 ആളുകളെ മെയിലും ഫീമെയിലും എല്ലാ കാറ്റഗറിയിലും പെട്ടവർ ഇന്റർവ്യൂ ചെയ്തു. 79% had heard about the word archaeology. They knew what is archaeology, little bit at least. എന്നാൽ നമ്മൾ പൈതൃകങ്ങളിലേക്കോ മോണ്യുമെന്റ്സിലേക്കോ സൈറ്റിലേക്കോ വന്നാൽ വളരെ വലിയൊരു ഇടിവാണ് കാണുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കുന്ന എല്ലാവർക്കും അറിയാം മുസിരിസിനെ കുറിച്ച്, എല്ലാവർക്കും അറിയാം പട്ടണത്തെ കുറിച്ച്. 27% ആളുകളാണ് പട്ടണം എന്ന് കേട്ടിരുന്നത്. അതും എത്രമാത്രം പേപ്പറിൽ എത്ര പ്രാവശ്യം അച്ചടിച്ച് വന്നിട്ടാണ് 27% ആളുകളിലേക്ക് പട്ടണം എന്നുള്ള വാക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പട്ടണത്തിനൊപ്പം മുസിരിസ് എന്ന് കണ്ടതുകൊണ്ടാണ് there is a big gap. നമ്മൾ ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടും ശരിക്കുമുള്ള അവരുടെ ഇതിനെക്കുറിച്ചുള്ള അറിവും തമ്മിലുള്ള ആ വലിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് ഈ പറയുന്ന പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്. അതിനെ നമ്മൾ ആ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, നമ്മളിപ്പം കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിപ്പിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിലെ കമ്മിറ്റിയിലുണ്ടാവും, പള്ളിയുടെ കമ്മിറ്റിയിലുണ്ടാവും. അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ബോധപൂർവം ചെയ്യുക കൂടി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കുള്ളൂ. Now, significant ആയിട്ടുള്ള ഒരു പോയിന്റ്, ക്രൂഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് സൈറ്റ്സ് ആർ വിത്ത് ദ പബ്ലിക്. കേരളത്തിലെ പബ്ലിക്കിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കേരളത്തിൽ നമ്മൾ ഒരു സൈറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഇപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് നമ്മളിങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ഇറക്കിയാൽ അവിടെ ഒരു മാജിക്കും സംഭവിക്കില്ല. അവർക്ക് അത് ടെക്നിക്കലായിട്ട് അതിനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ടെക്നിക്കലായിട്ട് അതിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്, അതിനെ ഡോക്യുമെന്റ് ചെയ്യേണ്ട ഒരു മെത്തഡോളജി അവർ പഠിച്ചിട്ടുണ്ട്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് അവർക്കൊരു ട്രെയിനിങ് ഉണ്ട്. പിന്നെ അവരുടെ ഇവരൊരു എക്സ്പെർട്ട് ആണല്ലോ. ഇപ്പം നമുക്ക് പനിയുണ്ടെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ ഒരു ക്വാളിഫൈഡ് ഒരു ഡോക്ടറുടെ അടുത്ത് പോകും. ആ ഡോക്ടർ നമുക്കൊരു മരുന്ന് കുറിച്ച് തരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, യെസ് ഐ ഹാവ് ഗോട്ട് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്. ആ ഒരു വിശ്വാസമാണ് ഈ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ആ പ്രൊഫഷണലിസം നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് ഒഴിച്ചാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൈറ്റ്സിനെ കുറിച്ചുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കയ്യിൽ തന്നെയാണുള്ളത്. ഒരു പള്ളിയോ അമ്പലമോ ആണെങ്കിൽ അതിനകത്ത് ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങളിലേക്കൊന്നും നമുക്ക് ഒരു പുസ്തകത്തിലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഈ താഴ്ത്തങ്ങാടി കോട്ടയം ചെറിയ പള്ളിയിൽ ആ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട്. ആ സ്റ്റെപ്പിലിൻ്റെ ഒക്കെ താഴെ കൊത്തുപണികൾ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിൻ്റെ അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ മുകളിലൊരു കാർപ്പറ്റ്, റബ്ബറിൻ്റെ കാർപ്പറ്റ്, പുറത്താണ് റബ്ബറിൻ്റെ കാർപ്പറ്റ് ഇട്ടൂടെ? അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങളിത് ഉപയോഗിക്കേണ്ടതാണ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രായമായ
ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ഈ സ്റ്റെപ്പ് വഴി തന്നെ എന്നെ സിമിത്തേരി കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അപ്പം അതൊരു വിശ്വാസമാണ്. അപ്പം നമ്മൾ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായതുകൊണ്ടാണല്ലോ ഈ സ്മാരകങ്ങളുള്ളത്. അപ്പം അത് വിശ്വാസത്തിന് അതിൻ്റെതായ ഒരു പ്രൈമസി ലിവിങ് മോണ്യുമെന്റ്സിലുണ്ട്, ലിവിങ് റിലീജിയസ് മോണ്യുമെന്റ്സിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വളരെ സെൻസിറ്റീവ് ലിവിങ് ആയിട്ടുള്ള റിലീജിയസ് ബിൽഡിങ്സ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നമ്മൾ വളരെ ക്രിട്ടിക്കലായി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. മാം നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അഡാപ്റ്റീവ് റീയൂസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അടുത്ത കാലത്ത് അഡാപ്റ്റീവ് റീയൂസ് എന്നുള്ളത്. ഒരു ബിൽഡിംഗ് ലിവിങ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഞാൻ ചർച്ച് മ്യൂറസിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ട് ഇതെങ്ങനെ ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗോവയിലുള്ള ചർച്ചസുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഡേറ്റിംഗ് എളുപ്പമായി. കാരണം എന്താ, ഗോവയിലെ ഓൾഡ് ഗോവയിൽ നമ്മൾ പോയി ഈ ഉള്ള ടൂറിസ്റ്റ് എല്ലാവരും പോകുന്ന പള്ളികളെല്ലാം ഡെഡ് മോണ്യുമെന്റ്സ് ആണ്, ദേ ആർ നോട്ട് ലിവിങ് മോണ്യുമെന്റ്സ്. ഇപ്പം മാം നേരത്തെ പറഞ്ഞ മിക്കവാറും കേരളത്തിന് വെളിയിലുള്ള പള്ളികളുടെ, ഞാൻ പള്ളിയുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത്തരം ലിവിങ് അല്ലാത്ത എല്ലാം മ്യൂസിയംസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ അന്ന് താമസിച്ച എൻ്റെ കൂടെ PhD ചെയ്ത ആളാണ് ഇപ്പോഴത്തെ അവിടുത്തെ സൂപ്പറിൻറ്റൻഡിങ് ആർക്കിയോളജിസ്റ്റ് ഗോവയിൽ. അപ്പം ഞാൻ താമസിച്ചത് ഒരു കോൺവെന്റിനകത്താണ്. ഈ കോൺവെന്റ് ഇപ്പം ദർ ഇസ് നോബഡി നൺ ദെയർ. അപ്പം ഈ കോൺവെന്റ് ഒരു മ്യൂസിയമായി കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ആ മ്യൂസിയത്തിന് ഉള്ളിലാണ് ഇവരുടെ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ സിനിമ പലരും കണ്ടിട്ടുണ്ടാവും, നൈറ്റ് ഇൻ ദ മ്യൂസിയം. അപ്പം എൻ്റെ പിള്ളേർക്ക് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചില ബോണസുകൾ നമ്മൾ ഈ ഫീൽഡിലാണെങ്കിൽ കിട്ടും. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് സ്റ്റക്ക് ഇൻ ടൈം. ഡിഫറെൻറ്റ് ചർച്ചസ് ആർ സ്റ്റക്ക് ഇൻ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ടൈം. സാറ് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, കൊത്തുപണിയുള്ള ഗ്രാനൈറ്റിൻ്റെ സ്റ്റോൺ അവരാദ്യമായിട്ട് കാണുന്നു. നമ്മളിപ്പോൾ ഗോവയിൽ ചെല്ലുകയാണെങ്കിൽ കയറിപ്പോൾ മാനവാതിൽ എന്ന് നമ്മൾ പറയുന്ന പള്ളിയിലെ മെയിൻ എൻട്രൻസിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഫ്രെയിമുമായിട്ടുള്ള കല്ല് ഷിപ്പിൽ പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതായത് അവർക്ക് ഇവിടുത്തെ ലോക്കൽ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. ഒരു സ്റ്റേജ് കൂടി കഴിഞ്ഞ് തദ്ദേശവൽക്കരിക്കപ്പെട്ട ഇൻഡിജിനൈസ് ചെയ്യപ്പെട്ട ഒരു സ്റ്റേജിലാണ് നമ്മൾ കേരളത്തിൽ ചർച്ചസ് ഇപ്പോൾ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ലിവിങ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ വന്നതുകൊണ്ട് ഈ പഴയ ഒരു സ്റ്റക്കിംഗ് ടൈം എന്നുള്ള ഇത് നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത എല്ലാത്തിനും ഒല്ലൂരിൻ്റെ മുഖവാരത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നിൽക്കുന്നതും മുഖവാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മുഖവാരമുണ്ട്. പിന്നെ അടശാല പോലെ എത്രയോ പള്ളികൾ, ആദ്യം ഒരു ചെറിയ പള്ളി, പിന്നെ ആ ചെറിയ പള്ളിയെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി ഫ്രണ്ടിലോട്ട് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ്, ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഒക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ടും പറ്റാതെയായി കഴിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയൊരു ഇതെടുക്കും. നമ്മൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിന് അടുത്ത് കരിങ്ങാച്ചിറ പള്ളിക്ക് പോവാണെങ്കിൽ 3 മുഖവാരങ്ങൾ ഇങ്ങനെ 1, 2, 3 ആയിട്ട് കാണും. ആദ്യം ഒരു എക്സ്റ്റൻഷൻ, പിന്നെ അടുത്ത എക്സ്റ്റൻഷൻ, അത് പോരാതെ വരുമ്പോൾ പിന്നത്തെ എക്സ്റ്റൻഷൻ. അപ്പം ഇത്തരത്തിൽ നമ്മൾ കുറേയൊക്കെ ഇത് ചെയ്ത് കൊണ്ടുപോകുന്ന, അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി, ഒരു പ്രവണത ഈ അടുത്ത കാലം വരെ നിലവിലുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഈ കൊളോണിയൽ മോഡേണിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങി. ഇപ്പം മോഡേണിറ്റി അതിൻ്റെ ഗ്ലോബലൈസേഷനൊക്കെ അതിൻ്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ ആണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നമുക്കിനി ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. റെസ്റ്റോറേഷൻ ആൻഡ് റിട്ടേൺ ടു ഒറിജിനൽ ഫങ്ഷൻസ്. ഇപ്പോൾ ഒരു അമ്പലമാണെങ്കിൽ കൂത്തമ്പലങ്ങൾ, ഇപ്പോൾ കൂത്ത് നടക്കുന്നില്ല, മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കൂത്ത് നടക്കുന്നില്ല. പഴയ കാലത്തുള്ള പ്രതാപമുള്ള അമ്പലങ്ങൾ പേട്രണേജ് ഉണ്ടായിരുന്നു, റോയൽ പേട്രണേജ്. അപ്പോൾ റോയൽ പേട്രണേജ് ഡിക്ലൈൻ ചെയ്തപ്പോൾ അമ്പലത്തിൽ അതിൻ്റെതായ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ കൂത്ത് നിലനിന്ന് ചില സ്ഥലത്ത് കൂത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒറിജിനൽ ഫംഗ്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റീവ് റീയൂസിലേക്ക് പോകാം. ഇവിടെ പലപ്പോഴും പ്രശ്നമാവുന്ന മാം കാണിച്ചതുപോലെ നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുമോ അൾത്താരയിൽ നമ്മളൊരു സെമിനാർ നടത്തുന്നത്? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു ലിവിങ് ചർച്ചിൽ പറ്റില്ല, ഈ കേരളത്തിലെ ഒരു സാഹചര്യമില്ല. അപ്പം നമ്മുടെ വിശ്വാസങ്ങൾ, ഇവിടുത്തെ ഒരു വിശ്വാസം അതിനാണ് അവിടെ പ്രൈവസി വരുന്നത്. ലിവിങ് മോണ്യുമെന്റ് ആണെങ്കിൽ നമ്മളിവിടെ ലിവിങ് മോണ്യുമെന്റ്സിലാണല്ലോ ഈ വിഷയം കൂടുതലുള്ളത്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നാട്ടുകാർ കൂടുതൽ വറീഡ് ആവുന്നത് ലിവിങ് ആയിട്ടുള്ള ഒരു മോണ്യുമെന്റിനെ കുറിച്ചാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഇതിനെ ഒരു സെൻസിറ്റീവായി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു.
പലതരത്തിലുള്ള ത്രെറ്റുകൾ നമുക്കുണ്ട്. ആനിമൽ ത്രെറ്റ്, ഇപ്പം നമ്മൾ മലയാറ്റൂരൊക്കെ പോവുകയാണെങ്കിൽ ആനകുത്തിയ പള്ളി എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. മലയോര മേഖലകളിൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അമ്പലങ്ങൾ അങ്ങനെ നശിച്ചു പോയ അമ്പലങ്ങളുണ്ട്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ്, എർത്ത്. ഇപ്രാവശ്യം ഫ്ലഡ്, നമുക്ക് 2018 ഫ്ലഡ് വന്നപ്പോൾ 1924 ഫ്ലഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു ഫ്ലഡ് നേരിട്ട് കണ്ടിട്ടില്ല. ഒരു ഫ്ലഡ് എവിടെ വരെയൊക്കെ പോകും എന്ന് മനസ്സിലായത് ഇത്തവണയാണ്. അപ്പോൾ നമ്മളിപ്പോൾ NGS നാരായണൻ സാറിൻ്റെ കൾച്ചറൽ സിംബയോസിസ് ഇൻ കേരള, നമ്മൾ ഇന്റർ റിലീജിയസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു ബൈബിൾ പോലെ ആളുകൾ ഇത് ചെയ്യുന്ന ഒരു പുസ്തകം, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ അപൂർവമായിട്ട് വന്നിട്ടുള്ളൂ അതിന് ശേഷം. അപ്പോൾ അത് പിന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ്. അപ്പം നമ്മളിപ്പോൾ കടത്തുരുത്തി പോവുകയാണെങ്കിലും ചേന്നമംഗൽ കോട്ടയിൽ കോവിലകത്ത് പോവുകയാണെങ്കിലും പ്രധാനപ്പെട്ട ഏത് ഏർബൻ ഏരിയ പോയാലും നമ്മൾ അവിടെ കാണുന്നത് ഒരു ക്ലസ്റ്റർ. ഇപ്പം പറൂര് ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ ആ അമ്പലത്തിൻ്റെ കണ്ണംകുളങ്ങര ക്ഷേത്രമുണ്ട്. ഇപ്പോൾ പറൂർ, നോർത്ത് പറൂര്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സിനഗോഗ് ഉണ്ട്. സിനഗോഗിൻ്റെ അവിടെ ഒരു ജ്യൂ സ്ട്രീറ്റ് ഉണ്ട്. അത് നേരെ പോകുന്നത് കടവിലേക്കാണ്, പുഴ ഒഴുകാണ്, പെരിയാർ അവിടെ കൂടി ഒഴുകുന്നു. പിന്നെ അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു പള്ളിയുണ്ട്, മാർത്തോമൻ പള്ളി, യാക്കോബായ പള്ളിയുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി മാറിയിട്ട് വേറൊരു പള്ളിയുണ്ട്, കോട്ടക്കാവ് എന്ന് പറയുന്ന ഒരു കാത്തലിക് പള്ളിയുണ്ട്. അപ്പം നമ്മൾ കാണുന്നത് ഇത് മിക്കതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ മതിൽ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇത് നമ്മുടെ ഒരു മതേതരത്വത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മളിതിനെ ഉയർത്തി കാണിക്കാറുണ്ട്. കടത്തുരുത്തി പോയാൽ അത് തന്നെ നമ്മൾ കാണുന്നത്. 2 പള്ളികൾ, പിന്നെ ഒരു അമ്പലം, റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അമ്പലം, മറുവശത്ത്. പക്ഷേ മറ്റൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് ഈ ഫ്ലഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പഴയ അമ്പലങ്ങളും പള്ളികളും ഒന്നും അഫക്റ്റഡ് ആയിട്ടില്ല. കാരണം അതൊക്കെ പഴയ ഫ്ലഡ് പ്ലെയിൻ നോക്കിയിട്ടാണ് പണിതിരിക്കുന്നത്. ഓക്കെ, നഷ്ടപ്പെട്ടു പോയ പല കപ്പേളകൾ, ചെറിയ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയ അമ്പലങ്ങൾ, ഈ ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ പുതിയ സെറ്റിൽമെന്റ്സ് വന്നപ്പോൾ അതിനിടയിൽ വന്ന ചെറിയ അമ്പലങ്ങൾ, ഇതെല്ലാം 1924 ശേഷം, അതായത് റീസെന്റ് ടൈംസിൽ വന്നിട്ടുള്ള അമ്പലങ്ങളാണ്. പിന്നെ ഡാം വന്നതോടുകൂടി ഫ്ലഡ് നമുക്കൊരു ഓർമ്മ മാത്രമായിട്ട് മാറി. അപ്പോൾ നമ്മൾ എവിടെയും വീട് വെക്കാതെ, ഇപ്പൊ നമ്മളുടെ സ്ഥലത്തിന്റെ ഘടന തന്നെ നമ്മൾ പുരയിടമുണ്ട്, നമുക്ക് നിലമുണ്ട്. നിലം, പാടം, പുരയിടം. പുരയിടം എന്ന് പറയുമ്പോൾ പുര വെക്കാനുള്ള ഇടാതെ മാത്രമാണെന്നുള്ളത് കോമൺ സെൻസാണ്. പക്ഷെ ഇന്ന് നമ്മുടെ 5 സെന്റ് വീതം നമുക്ക് നികത്തിയിട്ട് നമുക്ക് വീട് വെക്കാമല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെ വീട് വെച്ചു? ആ വീടുകളൊക്കെ ഇപ്പൊ നശിച്ചു. അപ്പൊ ഫ്ലഡ് പ്ലെയിൻ, റിവറിന്റെ 2 വശത്തും വലിയൊരു ഫ്ലഡ് പ്ലെയിൻ ഉണ്ട് പെരിയാറിന്. അത് പലതും പഴയ ഓൾഡ് ചാനലാണ്. അതൊക്കെ കുറച്ച് ജോഗ്രഫി നമ്മൾ വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ ഈ പറയുന്ന പഴയ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും എല്ലാം, ഇപ്പൊ ഈ പറഞ്ഞ താഴ്ത്തങ്ങാടി, മീനച്ചിലാറിൽ നിന്ന് ഫ്ലഡ് പ്ലെയിൻ കവർ ചെയ്യാനുള്ള പ്ലേസ്, മാം കാണിച്ച ആ നശിച്ചു പോയ കെട്ടിടം ഏകശാലയിൽ 1.5 മീറ്റർ ഹൈറ്റിലാണ് അതിൻ്റെ സ്റ്റെപ്പ്, എൻട്രൻസ്. 1.5 മീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് പ്ലെയിനിന്റെ മുകളിൽ പിന്നെ നമ്മൾ 1.5 മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളൊരു വീട് പണിയുന്ന ഒരു ബുദ്ധി നമുക്കുണ്ടായിരുന്നു. ആ ബോധം നമുക്ക് കൈമോശം വന്നു പോയി. മേക്കാലടി എന്ന് പറഞ്ഞിട്ട്, കാലടിക്കടുത്ത് ഹൈറ്റ്, മേക്കാലടി എന്ന് പറയുമ്പോൾ മൗണ്ട് എന്നുള്ള അർത്ഥമാണ്. അത്രയും ഇപ്പം ശങ്കര യൂണിവേഴ്സിറ്റി ഫ്ലഡ് പ്ലെയിനിലാണ്. ശങ്കര യൂണിവേഴ്സിറ്റി വെള്ളം കയറി, പക്ഷേ ശങ്കര കോളേജിൽ വെള്ളം കയറിയില്ല. കാരണം ശങ്കര കോളേജ് അതിന് മുമ്പ് 1960s പണിതപ്പോൾ ഫ്ലഡ് പ്ലെയിനിന്റെ മുകളിലാണ് പണിതിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ അധികം ഒന്നും പോകണ്ട നമ്മുടെ വിവരക്കേട് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പൊ മേക്കാലടിയിൽ ഞങ്ങൾ അവിടെ കുറേ പഴയ നിയോളിത്തിക് സെൽറ്റ് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ, ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കൊറ്റമം എന്ന് പറയുന്ന ഒരു തോടുണ്ട്, ചെറിയൊരു തോട്, പെരിയാറിലേക്ക് മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ തോട് ഇതിൻ്റെ തന്നെ ടെറസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ബിൽഡിങ്ങിനേക്കാളും ഒരു 1.5, ഈ റൂമിൻ്റെ ഹൈറ്റിൻ്റെ ഒരു ഹാഫും കൂടി ഉണ്ട്. അത്രയും ഹൈറ്റിലാണ് ഈ പറയുന്ന വീടിരിക്കുന്നത്. ഇവരെ 100-200 വർഷം പഴക്കമുള്ള ഇവരുടെ തറവാട്. ഈ തറവാടിനകത്തോട്ട് പിന്നെ നമ്മൾ 1 മീറ്റർ കയറണം. അതായത് ഇത്രയും താഴെ കിടക്കുന്ന പുഴയിൽ നിന്ന് ഫ്ലഡ് വന്ന് കഴിഞ്ഞാൽ പോലും പിന്നെയും 1 മീറ്റർ ഹൈറ്റിലാണ് വീട്ടിലോട്ട് കയറുന്നത്. ആ വീടിനകത്ത് പിന്നെ ഒരു മച്ചുണ്ട്, ഇതിന്റെ മുകളിൽ ഫ്ലഡ് വന്നു. സോ ദീസ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇക്കോളജിക്കൽ കോൺഷ്യസ്നെസ്, കൾച്ചറൽ കോൺഷ്യസ്നെസ്സിനോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
ഇനി ടൈപ്സ് ഓഫ് ഡാമേജ്, വിസിറ്റർ ഫ്ലോ. നമ്മൾ ഈ ആരാധനാലയങ്ങളാകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത് വിസിറ്റർ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും, ഞാൻ കാത്തലിക് പള്ളി, കത്തോലിക്ക പള്ളികളുടെ ഒരു ഉദാഹരണം എടുക്കാനുള്ള കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന കേസിൽപ്പെട്ടിട്ടുള്ളത് ഇത്തരം പള്ളികളാണ്. യാക്കോബായ, ഓർത്തഡോക്സ്, മറ്റ് വിഭാഗങ്ങളുടെ പഴയ പള്ളികളുള്ള വിഭാഗങ്ങളെക്കാൾ ഒരുപക്ഷെ കാത്തലിക് പള്ളികളുടെ നമ്പർ കൂടുതലാണ്. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ പഴയ ഇത് പൊളിച്ചിട്ട് ലീഗൽ ഇഷ്യൂസ് വന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇവയാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ആളുകൾ പറയുന്നത്, നേരത്തെ 500 വീട്ടുകാരെ ഉണ്ടായുള്ളൂ, ഇപ്പം 800 വീട്ടുകാരുണ്ട്, 1000 വീട്ടുകാരുണ്ട്, 1500 വീട്ടുകാരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളി നിൽക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയ പള്ളി വേണം എന്നുള്ളതാണ്. ഞാൻ ഫിലിപ്പീൻസിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കാത്തലിക്സ് ഉള്ള ഒരു രാജ്യം. അവിടെ ഒരു കത്തീഡ്രലിൽ പോയി. കത്തീഡ്രലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച അവിടെ ഇവിടത്തേക്ക് ഒരു ചെറിയ പള്ളിയിൽ അത്ര ഉള്ളൂ അവിടുത്തെ കത്തീഡ്രൽ. ഇവിടുത്തെ ഒരു ചെറിയ പള്ളി എന്ന് പറഞ്ഞാൽ വലിയ പള്ളികളാണല്ലോ നമ്മൾ പണിയണ മുഴുവനും. അപ്പോൾ അവിടെ ഒരു ഞായറാഴ്ച 10-12 കുർബാനകളാണുള്ളത്. നമ്മുടെ ഈ കേരളത്തിൽ ഏതെങ്കിലും പള്ളിയിൽ ഒരു 4 കുർബാന കൂടുതൽ ഒരു ശരാശരി ഒരു ഞായറാഴ്ച ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങൾ ലേറ്റിയാണ് അതിനകത്ത്. അതായത് സാധാരണക്കാർ, അൽമായർ, അവരാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. കുറേ ആക്ടിവിറ്റീസ്, അവരുടെ ചില വിഭാഗങ്ങളാണ് അവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പള്ളിയിൽ കല്യാണങ്ങൾ വിളിച്ച് പറയുക, ഇത്തരം കാര്യങ്ങളൊന്നും അച്ഛനല്ല ചെയ്യുന്നത്. അപ്പം അച്ഛന്മാർക്കുള്ള ജോലി അവിടെ ലഘൂകരിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം, അത്തരത്തിലുള്ളൊരു സമ്പ്രദായം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പള്ളിമേലെ ചെന്നിട്ട് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു സിസ്റ്റം വെച്ച് അവിടെ ഒരു 5-6 അച്ഛന്മാരെങ്കിലും കാണും. അപ്പം ഞാൻ വലിയൊരു പള്ളിമേടെ പ്രതീക്ഷിക്കാൻ പോകുന്നു. ഒരു ചെറിയൊരു അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലം ചെറുതായിരുന്നു. അപ്പം ഞാൻ അവിടെ കണ്ട ഒരാളോട് ചോദിച്ചു, ഇവിടെ എത്ര അച്ഛന്മാരുണ്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് 2, one main person and then one more person. ഞാൻ ചോദിച്ചു, ഹൗ ഡു യു മാനേജ് സോ മെനി, ഇത്രയും, ഹൗ ഡു യു സെലിബ്രേറ്റ് സോ മെനി മാസസ്? സോ പറഞ്ഞു, തൊട്ടടുത്തൊരു സെമിനാരി ഉണ്ട്, ആ സെമിനാരിക്ക് ഓരോ ആഴ്ചയും ഡ്യൂട്ടി ഉണ്ട്. സോ ഫ്രം ദിസ് സെമിനാരി 6 priests have to come this Sunday. അടുത്ത സൺഡേ another സെമിനാരി, അവിടെ നിന്ന് 6 priests will come. So then just increase the number of services so that people can use the old building. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ പള്ളി കമ്മിറ്റി അങ്ങ് കൂടുന്നു, അല്ലെങ്കിൽ അമ്പലം കമ്മിറ്റി കൂടുന്നു, പൊളിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പൊളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളത് ഓപ്പണായിട്ട് പറയണം. പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ കമ്മിറ്റികളിലുണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. പിൽഗ്രിം ട്രാഫിക്കിനെ നിയന്ത്രിക്കുക, അതാണ് നമുക്ക് ചെയ്യാവുന്ന രണ്ടാമത്തെ കാര്യം. പിൽഗ്രിം ട്രാഫിക്കിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, വേർഷിപ്പറിന് വേണ്ട അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ആദ്യം ഡിസ്റ്റർബൻസ് വരും ഇത്തരം പൈതൃക മന്ദിരങ്ങളിൽ, അത് പതുക്കെ ഡാമേജ് ആയിട്ട് മാറും. മൂന്നാമത് അത് ഡിസ്ട്രക്ഷനിലേക്ക് പോകും. പലപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ടൈം സേവ്സ് 9 എന്നുള്ള പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മളിപ്പോൾ ഈവ്സ് ബോർഡാണല്ലോ ഏറ്റവും ആദ്യം പോവുക. ഈ വെള്ളം കൊണ്ടിട്ട് ഈവ്സ് ബോർഡ് എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ ആ ഗ്രെയിൻസ് ഒക്കെ എക്സ്പോസ്ഡ് ആവുന്നു. നമ്മുടെ റാഫ്റ്റർ, അതായത് പട്ടിക അല്ലേ, കഴിക്കോല് അഫക്റ്റഡ് ആയ ബിൽഡിങ്ങിൻ്റെ റൂഫ് പോയി, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. അതേസമയം നമ്മൾ ആ ഈവ്സ് ബോർഡ് പീരിയോഡിക്കായിട്ട് മാറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ ഡാമേജ്, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പഴയ ബിൽഡിങ്സിനെ നമുക്ക് കൺസർവ് ചെയ്യാനായിട്ട് പറ്റും. പീരിയോഡിക്കായിട്ട് അത് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി കൊണ്ടുവന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന പഴയ പള്ളികൾ, അതായത് കുറച്ച് മാറി ഒരു പുതിയ പള്ളി പണിയും, പഴയ പള്ളി അപ്പുറത്ത് അടഞ്ഞു കിടക്കും, അവിടെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് പോകും. ആ പള്ളികളുടെ ഒക്കെ അവസ്ഥ വളരെ അനാഥമാണ്. അതിപ്പം ഡിസ്റ്റർബൻസും ഇല്ല, ഡാമേജും ഇല്ല, ഡിസ്ട്രക്ഷനിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളമൊക്കെ വന്നിങ്ങനെ ഉറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വീഴാമെന്നുള്ള, അതായത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതെങ്ങനെയെങ്കിലും വീണോട്ടെ, വീണ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു അനാസ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ആർക്കിയോളജി ഫോർ പബ്ലിക്, ആർക്കിയോളജിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, ആർക്കിയോളജിക്കൽ റിസർച്ച്, ആർക്കിയോളജിക്കൽ നോളജ്, ഇത് മുഴുവനും പബ്ലിക്കിൻ്റെ യൂസിന് വേണ്ടി പബ്ലിക് ആർക്കിയോളജിയുടെ ഭാഗമായിട്ട് വരേണ്ടതാണ്. അല്ലാതെ ടെക്നിക്കലായി കുറച്ച് ആളുകൾക്ക് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കാനുള്ളതോ ആകരുത്. ആർക്കിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓൾ ദീസ് തിങ്സ് ആർ പ്രോഡക്ട്സ് ഓഫ് എ പാസ്റ്റ് സൊസൈറ്റി, ബട്ട് ഫോർ ദ പബ്ലിക് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ ബിലീഫ് സിസ്റ്റംസ്. അപ്പോൾ ആ ബിലീഫ് സിസ്റ്റം മനസ്സിലാക്കാതെ നമ്മൾ എന്തവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താലും നൺ ഓഫ് ദീസ് ആർ ഗോയിങ് ടു ബി ആക്സെപ്റ്റബിൾ.
മൂന്നാമത്തത് archaeologists are bound. Archaeologists are also bound. All scholars for that matter are also bound by these beliefs and based identities. Practical approach towards protecting religious monuments. വിസിറ്റേഴ്സിൻ്റെ നമ്പർ റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ഒരു സമയം തള്ളി വരുന്നത് കുറയ്ക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഇപ്പം ഒരു പൂജ നടക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്, മാസത്തിൽ ഒരിക്കൽ മാത്രം തുറന്നിരുന്ന ശബരിമല കൂടുതൽ ദിവസം തുറക്കാനുള്ള സംവിധാനങ്ങൾ പിന്നീടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മൾ വരണം. ഇപ്പം ഒരു ഞായറാഴ്ച വളരെയധികം ട്രാഫിക് ഒരു പള്ളിയിലുണ്ടെങ്കിൽ അത് 1-2 കുർബാന കൂടി ആ ടൈമുകളിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്താൽ ആളുകൾക്ക് വേർക്കാതെ സമാധാനമായിട്ട് ഭക്തിയോടുകൂടി പരിപാടി കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അഡാപ്റ്റ് ചെയ്യാം. നമുക്ക് യൂസ് ഇല്ലാത്ത ബിൽഡിംഗ് വരികയാണെങ്കിൽ നമ്മൾ അഡാപ്റ്റീവ് റീയൂസിലേക്ക് പോവുക. പിന്നെ കൺസേർവ് പീരിയോഡിക്കായിട്ടുള്ള ചെക്കും പീരിയോഡിക്കലായിട്ടുള്ള കൺസർവേഷനും എൻഷുർ ചെയ്യുക. നമ്മുടെ ഈ യുവജന സംഘടനകൾ എല്ലാ ആരാധനാലയങ്ങളിലും സജീവമാണ്. അവരെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അവർക്ക് ആ ബിൽഡിങ്ങിനോട് ഒരു താല്പര്യം കാണും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 70-80 വയസ്സ് പ്രായമുള്ള ആളുകൾ മാത്രം വളരെ നൊസ്റ്റാൾജിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയും ചെറുപ്പക്കാർ വളരെ നിസ്സംഗരായിട്ട് മാറുകയും ചെയ്യും. അടുത്തത് ഫോളോ ദ ഗൈഡ് ലൈൻസ്. കോൺസർവേഷൻ ഗൈഡ് ലൈൻസ് ഇന്ന് ലഭ്യമാണ്. നമ്മളത് വായിച്ച് കഴിയുന്നത്ര അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏജൻസീസ് ആൻഡ് റിലീജിയസ് ബോഡീസ് ടു കം അപ്പ് വിത്ത് ഗൈഡ് ലൈൻസ്. നമുക്ക് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് എല്ലായിടും നമുക്ക് ആസ് സച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ചർച്ചകളിൽ കൂടി ഇത്തരത്തിലുള്ള കുറച്ച് അഡാപ്റ്റീവായിട്ടുള്ള ഒരു നമ്മൾ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.